നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി തവന്നൂർ മഹാദേവ ഘട്ടിൽ നടന്ന അഘോരി പൂജ അത്യപൂർവ കാഴ്ചയൊരുക്കി. സർവ്വചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്ന ഭയരഹിതമായ അവസ്ഥയാണ് അഘോരി പൂജയിലൂടെ ലക്ഷ്യമാകുന്നത്. നിളാതീരത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഹോമകുണ്ടമൊരുക്കി അർദ്ധരാത്രി തുടങ്ങിയ പൂജ പുലർച്ചെയോടെയാണ് അവസാനിച്ചത്. കാശിയിലെ മണികർണിക, താരാപീഠ്, കാമാഖ്യ എന്നീ ശ്മശാനങ്ങളിൽ നടക്കുന്ന അഘോരി പൂജ ദക്ഷിണ ഭാരതത്തിൽ എവിടെയും നടക്കാറില്ല. മണികർണിക ഘട്ടിൽ അഘോര തന്ത്രസാധന അനുഷ്ഠിക്കുന്ന മഹാമണ്ഡലേശ്വർ ആചാര്യ മണികണ്ഠ അഘോരിയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ പൂജ നടന്നത്. പ്രയാഗ് കുംഭമേളയിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു അഘോരി മണികണ്ഠൻ മഹാരാജും സംഘവും നയിച്ച പൂജ. മാതാവൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി മഹാമാഘ മഹോത്സവത്തിലും നിള ആരതിയിലും പങ്കെടുത്തു. തിരുനാവായ മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഹിമാലയത്തിൽ നിന്നും കാശിയിൽ നിന്നുമുള്ള 1000-ലധികം സന്യാസിമാരെത്തുന്നു. മാഘമഹോത്സവത്തിനെത്തുന്ന തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം അനുവദിച്ച വാരണാസി, ഋഷികേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 2 പ്രത്യേക ട്രെയിനുകളിലാണ് ഇവരെത്തുന്നത്. 30-ന് വൈകിട്ട് 4:30 വാരണാസിയിൽ നിന്നും പുറപ്പെട്ട് അടുത്ത ദിവസം ആലുവയിലെത്തും. അവിടെ പല സ്ഥലങ്ങളിലായി ഇവർക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ഫെബ്രുവരി 2-ന് രാവിലെ കാലടി ശ്രീശങ്കര ക്ഷേത്രം സന്ദർശിക്കും. സംസ്കാര മിഷന്റെ നേതൃത്വത്തിൽ ഇവരെ ബസ്സുകളിൽ പാലക്കാട് എത്തിക്കും. വൈകിട്ട് 5-ന് പാലക്കാട് വടക്കന്തറ ക്ഷേത്രത്തിൽ സന്യാസിമാരെ സ്വീകരിക്കും. തുടർന്ന് സാധു മഹാസംഗമം, ഹിന്ദു മഹാസമ്മേളനം എന്നിവ നടക്കും. വടക്കന്തറയിലെ വിവിധ ഓഡിറ്റോറിയങ്ങളിലാണ് ഇവർക്ക് വിശ്രമ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. മഹാമാഘ സമാപ്ത ദിവസമായ ഫെബ്രുവരി 3-ന് നടക്കുന്ന വിശേഷാൽ പൂജകളിലും അമൃത സ്ഥാനങ്ങളിലും സന്യാസിമാർ പങ്കെടുക്കും. അന്ന് രാത്രി പാലക്കാടും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളിലും നിന്നാണ് മടക്കം. അതിനിടെ നമുക്ക് ചുറ്റും 10 പേരെങ്കിലും കുംഭമേളയ്ക്ക് പോയിട്ടില്ലേ? ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ മലയാളികൾ പങ്കെടുത്തതിനെ വിമർശിക്കുന്ന ഏഷ്യാനെറ്റ് ലേഖികയുടെ വീഡിയോ മലപ്പുറത്തെ കുംഭമേളയുടെ പശ്ചാത്തലത്തിൽ കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയ. ഉത്തർപ്രദേശ് പ്രയാഗ്രാജിലെ കുംഭമേളയിൽ മലയാളികൾ പങ്കെടുത്തതിനെ വിമർശിച്ച് ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകർ നടത്തിയ പരിപാടിയുടെ വീഡിയോ ഇപ്പോൾ തിരുനാവായയിൽ നടക്കുന്ന കുംഭമേള ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രോളന്മാർ പ്രചരിപ്പിക്കുകയാണ്. ഏഷ്യാനെറ്റ് ലേഖിയുടെ ഹിന്ദുത്വത്തിനും സനാതനധർമ്മത്തിനുമെതിരായ നിരീക്ഷണങ്ങളെയാണ് ട്രോളന്മാർ പഞ്ഞിക്കിടുന്നത്. മഹാകുംഭമേളയിൽ പങ്കെടുത്തത് എന്തോ വലിയ തെറ്റായിപ്പോയി എന്ന മട്ടിലാണ് ഈ ലേഖിക വിശദീകരിക്കുന്നത്. പ്രയാഗ്രാജിൽ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ നടത്തിയ മഹാകുംഭമേളയ്ക്ക് 100% സാക്ഷരത നേടിയ കേരളത്തിൽ നിന്നുള്ള മലയാളികൾ പങ്കെടുത്തുവെന്നും അത് വലിയ അപരാധമായി പോയി എന്നുള്ള മട്ടിലാണ് ഏഷ്യാനെറ്റ് ലേഖിക വിശദീകരിക്കുന്നത്. ആ പ്രമുഖ ജേർണലിസ്റ്റ് തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് ഇങ്ങനെ പോകുന്നു. ഇക്കുറി ഇന്ന് തെക്ക് കേരളത്തിൽ നിന്നുപോലും 100 മലയാളികൾ ഗംഗാസ്നാനം നടത്തി. ഇത്രയും കാലം ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന തൽപരതയുമൊക്കെ CPM ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾക്കും ഉണ്ടായി എന്ന് ചുരുക്കം. കുംഭമേളയും സ്നാനവും BJPയെ പ്രീണിപ്പിക്കലും എല്ലാം ഒരുപാട് മലയാളികൾക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ്. നല്ല പരസ്യം, നല്ല PR, നല്ല ബിസിനസ്, ഇതെല്ലാം ഒത്തുവന്നപ്പോൾ ഇങ്ങ് കേരളത്തിൽ പോലും കുംഭമേള പ്രിയതരമായി. നമുക്ക് ചുറ്റുമുള്ള 10 പേരെങ്കിലും ആ സ്നാനത്തിന് പോയിട്ടില്ലേ? അതാണ് അതിന്റെ ഇമ്പാക്ട്. ഇങ്ങനെ പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പോയ മലയാളികളെ മുഴുവൻ അപമാനിക്കുകയായിരുന്നു ഈ ജേർണലിസ്റ്റ്. ഇപ്പോൾ മലപ്പുറത്തെ മഹാകുംഭമേളയിൽ 10,000-കണക്കിന് മലയാളികൾ ഒഴുകിയെത്തുമ്പോൾ ഏഷ്യാനെറ്റിലെ ഈ പഴയ വീഡിയോയും അത് സൃഷ്ടിച്ച ജേർണലിസ്റ്റും വലിയ ട്രോളുകൾക്ക് പാത്രമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.